മച്ചമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളെ കെട്ടിയോളും കുട്ടിയോളൊക്കെ ആയിട്ട് ഇതേ ലുലു മാളിൽ വന്നേക്കാണ്. ലുലു മാളിലെ നമുക്ക് ഇഷ്ടപ്പെട്ട ലുലു ഹൈപ്പർ മാർക്കറ്റിലെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെന്നതേ ലുലു കണക്റ്റിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ വലിയൊരു ഓഫർ, അതായത് 9 ലക്ഷം രൂപയുടെ ഒരു ടി വി 4-5 ലക്ഷം രൂപക്ക് കിട്ടും. എന്താണല്ലേ, നമുക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു റേറ്റ്. എന്തായാലും ആ ഓഫറൊക്കെ കണ്ട് ആ ഒരു ഇതിൻ്റെ ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവും. നല്ല രസമുണ്ട് കേട്ടോ. 9 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇത് ഈ 5 ലക്ഷത്തിന് ഓഫർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള പ്രൈസ് എന്തായിരിക്കും, ഒരു ലാഭം. അപ്പോൾ അതുപോലെ തന്നെ 72,000 രൂപയുടെ ഒരു ടി വി 42,000 രൂപ, അങ്ങനെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടാസ്വദിക്കുകയാണ്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തൊട്ടപ്പുറം വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുടെയൊക്കെ വെറുതെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. എന്നെങ്കിലും സ്വന്തമായിട്ടൊരു വീട് വെക്കണമെങ്കിൽ ഈ ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങാമല്ലോ. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂവുകളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കടന്ന് ഇവിടെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണ വിഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്തായാലും നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ തന്നെ നേരെ കടന്ന് വന്ന് ആ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് അങ്ങോട്ട് ചെന്നത് ഒരുപാട് വെറൈറ്റി മീനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ക്ലീൻ ചെയ്ത് മസാല പുരട്ടി അപ്പോൾ തന്നെ കുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞണ്ടൊക്കെ ഇരിക്കണുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുപോലെ കക്കറച്ചി, കൂന്തൽ, ചെറിയ മീനുകൾ, ചെമ്മീൻ, അതുപോലെ എല്ലാ ഐറ്റവും ക്ലീൻ ചെയ്തതുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാതെ വെച്ചേക്കണതുകൊണ്ട് എല്ലാ വെറൈറ്റി മീനുകളും ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ മീനിൻ്റെ സെക്ഷനിൽ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞതേ തൊട്ടപ്പുറത്തേക്ക് വന്നപ്പോഴും മട്ടൻ്റെ കുറേ പീസുകൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ അതേ നമ്മളുടെ ഫസ്റ്റത്തെ ഐറ്റം നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് ഈ ആടിൻ്റെ ഈ കാണുന്ന 4 കുഞ്ഞിക്കാലുകൾ. നമുക്ക് സൂപ്പ് വെക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റമാണ് ഇവിടുത്തെ ആട്ടിൻ്റെ കാല്. അതുപോലെ തന്നെ ചിക്കനൊക്കെ ഓരോ മസാല പുരട്ടി വെച്ചേക്കണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ വാങ്ങിയ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ഇവിടുത്തെ എല്ലില്ലാത്ത ബീഫ്. ഒരു 1.5 ബീഫ് കറി വെക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു ഐറ്റമാണ് ഇവിടുത്തെ ജ്യൂസുകൾ. വെറൈറ്റി ഒരുപാട് ജ്യൂസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ തെങ്ങിൻ്റെ പൊങ്ങ് പാക്ക് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഫ്രൂട്ട്സിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് ആഫ്രിക്കൻ ഗ്രേപ്പ് ഫ്രൂട്ട് എന്നും പറഞ്ഞുള്ള ഈ ഒരു ഐറ്റം. ഇതും നമ്മൾ വാങ്ങി. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നമ്മളുടെയൊക്കെ ലോക്കൽ കടകളിൽ 2-3 വെറൈറ്റിയാണ്. ഇവിടെ ഒരു 10-15 വെറൈറ്റികളുണ്ട്. അതുകൂടാതെ പാലക്കാടിൻ്റെ സ്വന്തം പനന്നൊങ്കും അതുപോലെ തന്നെ നമ്മളുടെ ആഞ്ഞിലിച്ചക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ വാങ്ങിയില്ല, കണ്ടുള്ളൂ. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള മാങ്ങയും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഈന്തപ്പഴങ്ങളുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. എല്ലാ വെറൈറ്റി ഉണ്ട്, അതും വിലക്കുറവിൽ. ഉള്ളിയൊക്കെ അതേപടി തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ കണ്ടതാണ് നമ്മളുടെ ഇടിയൻ ചക്ക, അതായത് ചക്കയുടെയൊക്കെ ചെറുപ്രായമുണ്ടല്ലോ, അതും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഡോണറ്റുകളുടെയും അതുപോലെ തന്നെ കുക്കീസിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റികൾ, കപ്പ് കേക്കിൻ്റെയൊക്കെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹമ്മൻ വെറൈറ്റികൾ. നല്ലൊരു സ്മെല്ലാണ് ഇവിടെ കേക്കിൻ്റെയും അതുപോലെ തന്നെ കുക്കീസിൻ്റെയൊക്കെ. അപ്പോൾ ഈ കപ്പ് കേക്കിൻ്റെയും കുക്കീസിൻ്റെയൊക്കെ വെറൈറ്റി കണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് ലുക്കിൽ കുറേ ഡോണറ്റുകൾ ഇരിക്കണത്. എൻ്റെ പൊന്നു, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വാങ്ങാൻ തോന്നും. നല്ല അടിപൊളി ഐറ്റംസ്.
അപ്പോൾ ആ ഐറ്റംസൊക്കെ കണ്ട് നമുക്ക് മധുരം അധികം അങ്ങോട്ട് പ്രിയമല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം റഷ്യൻ സാലഡ് നമ്മളുടെ മെയിൻ ഐറ്റമാണ്. എപ്പോൾ വന്നാലും വാങ്ങണ ഒരു സംഭവമാണ്. 250 ഗ്രാം 65 രൂപയാണ് റേറ്റ് വരുന്നത്. അത് നമ്മൾ വാങ്ങി. അതുപോലെ തന്നെ ഹവായി ചിക്കൻ സാലഡ് അങ്ങനെയാണെന്ന് ഒന്ന് പേര്, അത് വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നത്. റഷ്യൻ സാലഡ് നമ്മൾ എടുത്ത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിലിട്ട് അതിൻ്റെ കുറേ വെറൈറ്റികൾ നമ്മുടെ നാടൻ കാരക്ക മുതൽ ഒലിവ്, അതുപോലെ തന്നെ നെല്ലിക്ക, പൈനാപ്പിൾ, ആപ്പിൾ, എന്തൊക്കെ സാധനം ഉപ്പിലിടാൻ പറ്റുമോ അതൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതും വാങ്ങി നമ്മളുടെ മെയിൻ സംഭവത്തിലേക്ക് വന്നു. ഇവിടുത്തെ ഗ്രില്ഡ് ചിക്കൻ മലബാറി സ്പൈസി ആണ് നമ്മൾ വാങ്ങിയത്. ഈ കാണണം മുതൽ എൻ്റെ പൊന്നോ, 1.5 മുതലാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ പൈസക്ക് നല്ലൊരു ഐറ്റം തന്നെ, നല്ല കുക്കായി നല്ല മസാല പിടിച്ച ഐറ്റംസ്. അതുപോലെ തന്നെ കുറേ ഉണ്ട്. അൽഫാം പെരി ഉണ്ട്, അതുപോലെ തന്നെ സ്പൈസി ഗ്രിൽഡ് ലോലിപോപ്പ്, അതുപോലെ തന്നെ ചിക്കൻ്റെ കുറേ കബാബുകളുണ്ട്, ചിക്കൻ ടിക്കയുണ്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞാറ്റക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ചിക്കൻ പോപ്കോൺ. നമ്മളതും ഒരെണ്ണം വാങ്ങി, അതും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയ മെയിൻ ഐറ്റമാണ് ഇവിടുത്തെ മലബാർ തലശ്ശേരി ബീഫ് ബിരിയാണി. കിടുക്കൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, കിടുക്കൻ ഐറ്റം. അതായത് 1/2 കിലോ 200 രൂപയാണ് കൊടുക്കേണ്ടത്. 200 രൂപയ്ക്ക് 1/2 കിലോ കിട്ടും. നമ്മൾ ഒരു കിലോ ആക്കി വാങ്ങി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബീഫിൻ്റെ കപ്സ് ഉണ്ട്. അതൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ്. എന്തായാലും ഫുള്ളായിട്ടുള്ള ഫുഡുകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ഫുഡ് വിശേഷങ്ങൾ പറയാം. അതിനു മുമ്പ് ഈ ചെറുക്കനൊന്നും കൊണ്ടുപോയി കുറച്ച് നേരം ഗെയിമിൽ കയറ്റണമെന്നുണ്ടായി. തലക്ക് വെളിവ് തന്നില്ല. അതുകൊണ്ട് ഗെയിമിൽ കയറ്റി ഞാൻ ബൈക്കിൽ പായാണ്. ഒരു സ്ഥലത്ത് പോലും ഇടിക്കാത്തില്ല, എല്ലായിടത്തും ഇടിച്ച് തല കുത്തി മറിഞ്ഞ് ഏറ്റവും അവസാന ലാപ്പിൽ ഓടിയെത്തണം ഒരു റേസിംഗ് മാനാണ് ഇരിക്കുന്നത്. എന്തായാലും വണ്ടി ഓടിക്കലും നോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടാണ്. എന്തായാലും നിഹാനും സന്തോഷമായി. കുറേ ഗെയിമുകളിലൊക്കെ കയറ്റി കാറൊക്കെ ഓടിക്കണണ്ടില്ല. ബ്രേക്ക് അവിടെ പറമ്പിൽ കൂടിയൊക്കെയാണ് പോകണം. അപ്പോൾ എന്തായാലും നമ്മളുടെ ഫുഡിൻ്റെ ഐറ്റംസ് നമ്മൾ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹൈപ്പറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട 3-4 ഐറ്റംസാണ് ഇപ്പോൾ പറഞ്ഞേക്കണത്. ഇതിൻ്റെ മുകളിൽ ഫുഡ് കോർട്ടിൽ ഒരുപാട് ബ്രാൻഡിൻ്റെ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നന്ദി.